വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ ഫേസിലെ സൺ ടാന പിഗ്മെന്റേഷനൊക്കെ മാറാനായിട്ടും ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടും സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്താണെങ്കിലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഫേസിൽ അത്രയ്ക്ക് ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സൺ ടാൻ പിഗ്മെന്റേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ സൺ ടാന പിഗ്മെന്റേഷനൊക്കെ മാറ്റാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 ദിവസം ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേനാണ്. എല്ലാവർക്കും അറിയാം, തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് എങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 2 സ്പൂൺ തേനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. 1 സ്പൂൺ പാലാണ് ഒഴിക്കേണ്ടത്. ഒരുപാട് പാൽ ഒഴിക്കേണ്ട. അപ്പം തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് തിക്കായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ആ ഒരു ലിക്വിഡ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൺ ടാന പിഗ്മെൻറ്റേഷൻ അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ ടോൺ ചേഞ്ച് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ചേഞ്ച് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഇത് നമുക്ക് വളരെ ഈസിയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.